കേരള PSC ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സാമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തു. 2025 ഓഗസ്റ്റ് 29 തീയതിയാണ് ഈ എക്സാം നടക്കുന്നത്. ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ചെക്ക് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസ് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സിലബസിൽ നിന്നും നോൺ ഇലക്ട്രോണിക് സബ്ജക്റ്റുകൾ ഒഴിവാക്കി. എഞ്ചിനീയറിംഗ് മാത്സ്, ബേസിക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസ് ഒഴിവാക്കി പൂർണ്ണമായും കോർ ഇലക്ട്രോണിക് സബ്ജക്റ്റുകൾ മാത്രമാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക് സബ്ജക്റ്റുകളിലെ 6 മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിന്റെയും വെയിറ്റേജ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ. നിങ്ങൾ മൊഡ്യൂളുകളുടെ വെയിറ്റേജ് പരിശോധിക്കുമ്പോൾ 3 മൊഡ്യൂളിന് 20 മാർക്ക് വെയിറ്റേജും, ഒരു മൊഡ്യൂളിന് 18 മാർക്ക് വെയിറ്റേജും, മറ്റൊരു മൊഡ്യൂളിന് 12 മാർക്ക്, വേറൊരു മൊഡ്യൂളിന് 10 മാർക്ക് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. അപ്പോൾ എല്ലാ മൊഡ്യൂളിൽ നിന്നും സാമാന്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സിലബസിലെ ഒരു പോർഷനും ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന രീതിയിൽ മാറ്റി നിർത്താൻ കഴിയില്ല. ഒപ്പം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കോഴ്സ് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മൊഡ്യൂളിൽ നിന്നും പരമാവധി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈവൻ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പോലും എല്ലാ ഏരിയയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യണം. ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓർഗനൈസ് ചെയ്യാം. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് കോൺസെപ്ച്വൽ നോളജ് മാത്രം പോരാ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിനിമം ടൈമിൽ, ലിമിറ്റഡ് ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്നത് പ്രാക്ടീസ് ടെസ്റ്റുകളാണ്. സ്കോർ അക്കാഡമി ടോപ്പിക് വൈസ്, സബ്ജക്റ്റ് വൈസ്, ദെൻ സബ്ജക്റ്റുകളെ തന്നെ മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ വൈസ് ടെസ്റ്റുകൾ നിങ്ങൾക്കായി നൽകുന്നുണ്ട്. ഒപ്പം പാർട്ട് ടെസ്റ്റ്, ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ്, ദെൻ ഫുൾ ടെസ്റ്റ് സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ശ്രമിച്ചു എന്ന് ഉറപ്പുവരുത്തുക. പ്രാക്ടീസിന് ടെസ്റ്റ് സീരീസ് മാത്രമല്ല, ഡെയിലി ക്വിസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്കുകൾ വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിൽ, അതിലെ കോൺസെപ്റ്റുകൾ വളരെ ക്വിക്കായി മെമ്മറൈസ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ ആൻസർ കൃത്യമായി അനലൈസ് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻസ് കൃത്യമായി മനസ്സിലാക്കുക. അത് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത പോർഷൻസ് മെമ്മറൈസ് ചെയ്യാനും ആ സബ്ജക്റ്റുമായിട്ട് ടച്ചിൽ നിൽക്കാനും സഹായിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ 100 മാർക്ക് സ്കോർ ചെയ്യുക എന്നതിലുപരി അത് എഴുതുന്നവരിൽ ഏറ്റവും മുന്നിലേക്ക് വരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനായിട്ട് നേരത്തെ നടന്ന സിമിലർ ടൈപ്പ് ഓഫ് എക്സാംസിന്റെ ഒരു അനാലിസിസ് നിങ്ങൾ നടത്തും. ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ മുൻ റാങ്ക് ലിസ്റ്റിലെ ടോപ്പ് മാർക്ക് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് 67.33 ആണെന്ന് കാണാൻ കഴിയും. ആൻഡ് കട്ട് ഓഫ് മാർക്ക് 46.67 ആണ്. അഡ്വൈസ് ലഭിച്ചവരുടെ ആവറേജ് മാർക്ക് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് 50 to 52 ആണ് എന്ന് അറിയാൻ കഴിയും. ഇതുപോലെ തന്നെ മറ്റ് ട്രേഡുകളിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ സിമിലർ എക്സാംസ് നടന്നിട്ടുണ്ട്. അവിടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യും. ദെൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു എക്സാം മാത്രമല്ല, ISROയുടെ ഇലക്ട്രോണിക് സയന്റിസ്റ്റ് എക്സാം റീസെന്റ് വിളിച്ചിട്ടുണ്ട്. 113 വേക്കൻസീസ് ആ എക്സാമിനുണ്ട്. ഇതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനും ഒരു പ്രിപ്പറേഷൻ ആകും. ഒപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ട്. ദെൻ ഇലക്ട്രോണിക് അസിസ്റ്റന്റ് PWD വിളിച്ചിട്ടുണ്ട്. ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരാൻ സാധ്യതയുണ്ട്. KSEBയിൽ ഇലക്ട്രോണിക്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വരാൻ സാധ്യതയുണ്ട്. ഈ എക്സാമുകൾക്കെല്ലാം ഉള്ള ഒരു പ്രിപ്പറേഷന്റെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് ഈ
ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പ്രിപ്പറേഷൻ ഉപയോഗിക്കാൻ കഴിയും. കാരണം ഇവിടെയെല്ലാം ഉള്ള കോർ സബ്ജക്റ്റുകളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഇത് കേവലം ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അല്ല, ഇതോടൊപ്പം വരാൻ സാധ്യതയുള്ള ഒട്ടനവധി എക്സാമുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. സോ ഇനിയുള്ള 90 ഡേയ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എഫക്റ്റീവായിട്ട് ഓരോ സബ്ജക്റ്റിനും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് ഒരു പ്രിപ്പറേഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. സ്റ്റേ ഫോക്കസ്ഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.